നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ചെയ്ത് കുറേ സംഭവങ്ങൾ ഒരുമിച്ച് അങ്ങ് പഠിക്കാം. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് സുഖം. സീ ഇൻ ദാറ്റ് the time period of oscillation of a simple pendulum are given. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ് ഒരാൾ കണ്ടുപിടിച്ച വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ മെഷേർഡ് വാല്യൂസ് ആർ ഗിവൺ. സോ ദീസ് ആർ ദ വാല്യൂസ്: 2.63 സെക്കൻഡ്, 2.56 സെക്കൻഡ്, 2.42 സെക്കൻഡ്, 2.71 സെക്കൻഡ്, 2.80 സെക്കൻഡ്. സോ യു കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് എറർ. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാനും ചാൻസ് ഉള്ളതാണ്. സോ ലിസൺ, simple pendulum, you know about simple pendulum. So they have given the time period of a simple pendulum. So 5 measured values are given. So 2.63 second, 2.56 second, 2.42 second, 2.71 second, 2.80 second. അപ്പോൾ ഇതൊക്കെയാണ് മെഷേർഡ് വാല്യൂസ്. സിമ്പിൾ പെൻഡുലം കണ്ടിട്ടുണ്ടോ? സിമ്പിൾ പെൻഡുലം നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരു നൂല് കെട്ടിയിട്ടിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഉണ്ട കെട്ടിയിടും അല്ലേ? ഈ ഉണ്ടയെ പറയുന്ന പേരെന്താണ്? ബോബ് എന്നാണ് പറയുക. എന്താണ് പറയുന്നത്? ബോബ്. ഇനി നമ്മൾ ഇതിൻ്റെ സിമ്പിൾ പെൻ്റെ ലാബിലൊക്കെ ഓരോരുത്തർ വരുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എന്തോ പോലെ തോന്നും. ഇതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. എന്താണ്ട് ഇങ്ങേ അറ്റത്ത് കൊണ്ടുവരും കേട്ടോ. ഇങ്ങേ അറ്റത്ത് കൊണ്ടുവന്നിട്ട് പിടി അങ്ങ് വിട്ട് കൊടുക്കും. പിടി വിട്ട് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അങ്ങ് പോകും അല്ലേ? അപ്പം അങ്ങേറ്റത്ത് ചെല്ലും. അങ്ങേറ്റത്ത് വന്നിട്ട് അത് തിരിച്ചു വരും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ടൈം പീരിയഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരിയഡ്. സോ വാട്ട് ഡു യു മീൻ ബൈ ടൈം പീരിയഡ് ഓഫ് പെൻഡുലം? ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് നോൺ ആസ് ടൈം പീരിയഡ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ സിമ്പിൾ പെൻഡുലം നോക്കൂ, ഇതിൻ്റെ ബോബിൽ ഇവിടെ പിടിച്ചിട്ട് പതുക്കെ അങ്ങ് പിടിവിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ്. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു അറ്റത്ത്, ഒന്നുകിൽ ഈ അറ്റത്ത് അല്ലെങ്കിൽ ആ അറ്റത്ത് ബോബ് എത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യണം. അപ്പോൾ അതാണ്ട് ഞാനിപ്പോൾ ഇങ്ങേ അറ്റത്ത് എത്തിയപ്പോഴത്തേക്ക് ഓൺ ചെയ്തു ടക്ക് ഓൺ ചെയ്തു 1. ഇതാണ് ഒരു ഓസിലേഷൻ. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് തിരിച്ച് അവിടെ തന്നെ വരണം. 1, 2, 3, 4 ഇങ്ങനെ കുറേ ഓസിലേഷൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ടൈം പീരിയഡ്. സോ ടൈം ഫോർ വൺ ഓസിലേഷൻ ഈസ് നോൺ ആസ് ടൈം പീരിയഡ്. ഇത് ഓരോരുത്തന്മാർ അവിടെ ലാബിലൊക്കെ ഇരുന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന കാരണം നോക്ക്, ഇത് സിമ്പിളായിട്ട് നമ്മൾ കൂളായിട്ട് ഇരിക്കുക, ഇത് ആട്ടി വിടുക, അവിടെ കിടന്ന് ആടട്ടെ, നമുക്ക് എന്ത് വേണം? നമ്മൾ കൂളായിട്ട് സ്റ്റോപ്പ് വാച്ച് ഇങ്ങോട്ട് എടുക്കുന്നു. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ വേണം തുടങ്ങാൻ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ടക്ക് തുടങ്ങി. 1, 2, 3. ഇത് ഓരോരുത്തരിങ്ങനെ നോക്കൂ, ഇങ്ങനെ ഡാൻസാണ്, പല തരത്തിലുള്ള നൃത്തങ്ങൾ അവിടെ കാണാം. സോ ലിസൺ, അപ്പോൾ ഇത് ആടുന്നു. ചിലപ്പോൾ ഒരു ദിവസം ലാബിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തന്നെ ഇരുന്ന് എണ്ണയാണ്. ഇവിടെ തുടങ്ങി 1, 2, 3, 4 ഇങ്ങനെ ഞെരിച്ചു പിടിച്ചെണ്ണു. അങ്ങനെയല്ല, തെറ്റരുത്. എവിടെ നിന്നെങ്കിലും എണ്ണി തുടങ്ങുക. ഇവിടെ തുടങ്ങുക 0 പോയി 1, 2. അപ്പം സ്റ്റാർട്ടിങ് എത്രയാണ്? 0, 1 ഒരു ഓസിലേഷനായി. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് അവിടെ എത്തുമ്പോൾ എടുക്കുന്ന ടൈമാണ്, അതിനെടുക്കുന്ന ടൈം ഈസ് കോൾഡ് ടൈം പീരിയഡ്. സോ വാട്ട് ഡു യു മീൻ ബൈ ടൈം പീരിയഡ്? നോക്കാം. അപ്പോൾ ഓരോന്നും സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ബോബ് ആട്ടി വിടുന്നത് വളരെ പതുക്കെ ആടണം. നമുക്ക് കണ്ടോ, ഇങ്ങനെ ചത്താടണം. ആ രീതിയിൽ ആട്ടിയാൽ വളരെ ആക്യുറേറ്റ് ആൻസർ കിട്ടും. ഇത് ഓരോരുത്തന്മാർ ആട്ടുന്ന ആട്ടം കണ്ടു കഴിഞ്ഞാൽ നോക്ക്, ലാബിൻ്റെ വെളിയിലൊക്കെ പോകുന്ന പ്രിൻസിപ്പലിൻ്റെ തലയിലൊക്കെയാണ് പേടിച്ചിട്ട് വരുന്നത്. അത്രയ്ക്ക് വലിയ ഓസിലേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ വളരെ പതുക്കെ വേണം ഓസിലേറ്റ് ചെയ്യിപ്പിക്കാൻ. സോ ലിസൺ, സോ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ആർ ഗിവൺ. See, these are the values, these are the measured values. You calculate what? Percentage error. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? Percentage error കണ്ടുപിടിക്കണം. See, these are measured values. Am I right? Measured values are represented by the letter A. Measured values are represented as A. Doubt ഒന്നും ഇല്ലല്ലോ. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ആവറേജ് കണ്ടുപിടിക്കാൻ പോവാണ്. ആവറേജിൻ്റെ വേറൊരു പേരാണ് മീൻ. അപ്പം മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ മെഷേർഡ് വാല്യൂസിൻ്റെ എല്ലാം കൂടെ ആവറേജ് പറയൂ. എന്ത് ചെയ്യും? 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് അടുത്ത 2.71 പ്ലസ് 2.80. ദ ഹോൾ ഡിവൈഡഡ് ബൈ 5. ഇതെല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കിട്ടും. അത് കിട്ടുന്നത് 2.62 സെക്കൻഡ് എന്നാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ.
ഇതൊക്കെ ഒന്നാം ക്ലാസ്സിലെ പിള്ളേരും ചെയ്യും. സോ വി ഹാവ് സം മെഷേർഡ് വാല്യൂ, you take the average. Average is known as true value or measured value. It is represented by the letter a bar. Representation ഓർത്തോണം. അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഓരോ വാല്യൂ, ഇത് മെഷേർഡ് വാല്യൂ ആണ്, ഇത് മെഷേർഡ് വാല്യൂ ആണ്, ഇത് മെഷേർഡ് വാല്യൂ ആണ്, ഇത് മെഷേർഡ് വാല്യൂ ആണ്, ഇത് മെഷേർഡ് വാല്യൂ ആണ്. ഈ ഓരോ മെഷേർഡ് വാല്യൂവിനകത്തും എന്തുണ്ടായിരുന്നു? മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിലുള്ള അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നു. ഓരോന്നിലുള്ള എന്ത് കണ്ടുപിടിക്കുന്നു? അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഡെൽറ്റ എ. ഇപ്പൊ ഡെൽറ്റ എ ഇൻ ആദ്യത്തെ റീഡിംഗ്, ഡെൽറ്റ എ ഇൻ ആദ്യത്തെ റീഡിംഗിൽ ഇത് കണ്ടുപിടിക്കാൻ ഇതാണ് ഇക്വേഷൻ. എന്താണ്? മോഡ്. ഈ എഴുതിക്കുന്നത് എന്താണ്? മോഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഇടാവും. മാഗ്നിറ്റ്യൂഡ് എ ബാർ മൈനസ് എ. എ ബാർ എത്രയുടെ? ഇതല്ലേ എ ബാർ. ഇപ്പൊ 2.62 മൈനസ്, പറയൂ, 2.62 മൈനസ് ആദ്യത്തെ എ ഏതാ? 2.63. അപ്പൊ ആൻസർ എത്ര വരും? സീക്വൽ ടു മോഡിന്റെ അകത്ത് ഇതിൽ നിന്ന് ഇത് പോയാൽ 0. എത്ര വരും? 0.1 എന്ന് വരും അല്ലേ? മൈനസ് അല്ലേ വരൂ? ഓക്കെ, മോഡ് എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതാവൂ. അപ്പൊ വെളിയിൽ എഴുതുമ്പോൾ 0.01 എന്ന് എഴുതാവൂ. ഓക്കെ, ആദ്യത്തെ റീഡിങ്ങിലുള്ള എന്താണ് കണ്ടുപിടിച്ചത്? അബ്സല്യൂട്ട് എറർ. ഇനി രണ്ടാമത്തെ റീഡിങ്ങിൽ ഇത് കണ്ടുപിടിക്കാം. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. പറഞ്ഞോ. ഡെൽറ്റ എ ഇൻ സെക്കൻഡ് റീഡിങ് ഒറ്റയടിക്ക് പറ. എ ബാർ എന്താണ്? 2.62 മൈനസ്, പറയൂ, അടുത്ത എ എത്രയാ? 2.56. എത്ര വരും? നിങ്ങൾ തന്നെ പറ. ഇതിൽ നിന്ന് ഇത് പോയാൽ 0. എത്ര വരും? 0.06 എന്ന് വരും അല്ലേ? അത് മോഡിന്റെ അകത്ത് അത് തന്നെ, വെളിയിൽ ഇറങ്ങുമ്പോഴും അത് തന്നെ, കുഴപ്പമില്ലല്ലോ. ഇനി മൂന്നാമത്തെ കേസിലെ ഇതിന്റെ വാല്യൂ പറയൂ. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു മോഡ് 2.62 മൈനസ് അടുത്ത വാല്യൂ എത്ര? 2.42. എത്ര വരും? 0.20 എന്ന് വരും. എത്രയാ? 0.20. അടുത്ത വാല്യൂ പറയൂ. ഡെൽറ്റ എ ഈക്വൽ ടു മോഡ് 2.62 മൈനസ് 2.71. എത്ര വരും? എന്താ? നെഗറ്റീവ് 0.09 എന്ന് വരും. അപ്പൊ വെളിയിൽ വരുമ്പോ 0.09. അടുത്ത എത്രയാ? ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു, പറയൂ, 2.62 മൈനസ് എത്ര? 2.80. അപ്പൊ എത്ര വരും? ഇതിന്റെ അകത്ത് നെഗറ്റീവ് 0.18 വരും. അപ്പൊ വെളിയിൽ വരുമ്പോ 0.18. അപ്പൊ these are known as absolute errors. അപ്പൊ what is a representation of absolute error? ഡെൽറ്റ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. മോഡ് എ ബാർ മൈനസ് എ. ഓക്കെ, ഇതിന്റെ അകത്ത് തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം വെളിയിൽ വരുമ്പോൾ സൈൻ ഇല്ലാതെ വരൂ. Then so all these are, see, this is a first absolute error, this is a second absolute error, this is a third, this is a fourth, and this is a last. So how many absolute errors are here? 5. You take the mean of these. It is known as mean absolute errors. So what do you mean by mean absolute error? It is a mean of absolute errors. So we have some values here. You take the mean. See, ആദ്യത്തെ വാല്യൂ 0.01 പ്ലസ് അടുത്ത എത്രയാ? 0.06 പ്ലസ് അടുത്ത എത്രയാ? 0.20 പ്ലസ് അടുത്ത 0.09 പ്ലസ് 0.18. The whole divided by 5. So you are getting the answer of delta A bar. So the answer of delta A bar is, see, 0.11 you will get. 0.11. Okay. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി അടുത്ത് എന്താ വേണ്ടത്? റിലേറ്റീവ് എറർ ഓർ ഫ്രാക്ഷണൽ എറർ. റിലേറ്റീവ് എറർ ഈസ് അതർവൈസ് നോൺ ആസ് ഫ്രാക്ഷണൽ എറർ. നോക്കൂ, ഡെൽറ്റ എ ബാറിനെ എ ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആൻസറിനെ പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ എറർ. ഒരു ബാറിനെ വേറൊരു ബാറും ഉണ്ട്. അപ്പൊ ഡെൽറ്റ എ ബാറിനെ എ ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈസ് നോൺ ആസ് റിലേറ്റീവ് എറർ ഓർ ഫ്രാക്ഷണൽ എറർ. പറയൂ, വാട്ട് ഈസ് ഡെൽറ്റ എ ബാർ? 0.11 ഡിവൈഡഡ് ബൈ എ ബാർ എന്താണ്? എ ബാർ എന്താണ്? 2.62. This answer is known as relative error. So can you define it? It is a ratio of, what is this? Mean absolute error to mean value. It is a ratio of mean absolute error to mean value. കുഴപ്പമില്ലല്ലോ. ഇനി ലാസ്റ്റ് വൺ, പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എറർ കാണാൻ പറഞ്ഞാൽ റിലേറ്റീവ് എററിന്റെ ആൻസറിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഒരു % ഇട്ട് വയ്ക്കുക. അപ്പൊ റിലേറ്റീവ് എററിന്റെ ആൻസർ 0.11 ബൈ 2.62 അല്ലേ? അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഒരു % ഇടുക. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ യു ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് 4.19%. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. ഇത് പല പ്രാവശ്യവും സ്റ്റേറ്റുകാർക്കെല്ലാം പല പ്രാവശ്യം, നിങ്ങൾക്ക് ബോർഡ് എക്സാം ഉള്ളതുകൊണ്ട് പല പ്രാവശ്യം ചോദിച്ച സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ആയിട്ടിരിക്കണം.
ഞാൻ ഇത് ഒന്നും കൂടെ പറയാം. നോക്കൂ എന്തൊക്കെയാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് ഗിവൺ. സോ ടൈം സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യുമ്പോൾ മിനിമം 5 ട്രയൽസ് എങ്കിലും എടുക്കണമെന്നാണ്. സോ സിമ്പിൾ പെൻഡുലം, ദ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഗിവൺ. 5 values are given. So all those are measured values. Measured values are represented by the letter A. No problem. Then you take the mean of these. Mean of these is known as mean value or true value. It is represented by the letter A bar. So what is the answer? 2.62. Then what is the next? Absolute error. Absolute error. It is represented by the letter delta A. Delta A equal to mod A bar minus A. Mod A bar minus A. So magnitude of difference between true value and individual measured value is known as absolute error. Magnitude of difference between true value and individual measured value is known as absolute error. Magnitude of difference between true value and individual measured value is known as absolute error. See, what is the absolute error in the first reading? So A bar is 2.62 minus first measured value. So you can get the answer as 0.01. Then what is absolute error on the second one? 2.62 minus second measured value. Then third one 2.62 minus third one. So in that way you calculate all the absolute errors. So how many absolute errors are here? 5. Then you take the mean of all these. Then it will be mean absolute error. So what do you mean by mean absolute error? It is a mean of absolute errors. It is a mean of absolute errors. It is represented by the letter delta A bar. See, mean of A is A bar. So like that, mean of delta A is called delta A bar. So you take the mean of all these. You will get the answer as 0.11. Then what is the next one? Relative error. I give another name for relative error, fractional error. Relative error is calculated using the formula. It is equal to delta A bar by A bar. So it is a ratio of mean absolute error to mean value. It is a ratio of mean absolute error to mean value. So what is mean absolute error? It is 0.11 divided by 2.62. So it is answer of relative error. Then what is next one? Percentage error. What is percentage error? Equation percentage error is equal to relative error into 100%. So that into 100% you are getting the answer as 4.19%. So I will explain once again. Okay. So time period of a simple pendulum is given. See, we have 5 measured values all in seconds. No problem. Then measured value. What is the representation of measured value? A. Then next you have to calculate what? What is our question? You calculate the percentage error in this. So it is a question. So you have to draw a column like this. See, next column what? True value or measured value. What is a representation of true value or measured value? A bar. So you take the average of these, you are getting 2.62. No doubt. The next one is absolute error. So what do you mean by absolute error? Representation delta A. It is a magnitude of difference between true value and individual measured value. Is known as absolute error. So you calculate the absolute error in each one. So you are getting 5 answers. The next one is mean absolute error. Mean absolute error means mean of absolute errors. You take the average of these. So it is represented by the letter delta A bar. So you are getting that. Then next one is relative error. It is otherwise known as fractional error. It is equal to delta A bar divided by A bar. So it is a ratio of mean absolute error to mean value. Then that into 100% is known as percentage error. Am I right? So you are getting your result as 4.19%. Is it clear?